6 പൊക്കവും അതിനൊത്ത വണ്ണവും കാണാൻ ഇത്തിരി ഭംഗിയുള്ള ഒരുവനെ ഭർത്താവായി കിട്ടിയാൽ ഒരു പെണ്ണിനെല്ലാം തികഞ്ഞെന്ന് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞത്? തനിക്ക് ചുറ്റും നിൽക്കുന്നവരെയൊന്നും ഗൗനിക്കാതെ ആ വീട്ടുമുറ്റത്തുയർന്നു മീരയുടെ ശബ്ദം. ഒരു പെണ്ണിന് വേണ്ടത് ആണിന്റെ ചന്തവും സൗന്ദര്യമൊന്നുമല്ല. അവൾ ആഗ്രഹിക്കുന്നത് അവൾക്ക് നൽകാൻ കഴിയുന്നവനാകണം ഒരു പെണ്ണിന് ഭർത്താവായി വരേണ്ടവൻ. എനിക്ക് കിട്ടിയ അല്ലല്ല, അങ്ങനല്ല, എനിക്ക് കിട്ടിയതല്ലോ, നിങ്ങളെല്ലാം ചേർന്ന് കണ്ടെത്തി തന്നതാണല്ലോ. എന്തോ ആവട്ടെ, എന്തായാലും എന്റെ ഭർത്താവായി നിങ്ങൾ കണ്ടെത്തി തന്ന ഇയാളെ, പുരുഷ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ ഇയാളെ എനിക്ക് വേണ്ടെന്റെ ഭർത്താവായി. ഇനി എന്റെ സങ്കല്പത്തിൽ ഞാൻ ആഗ്രഹിച്ച പോലെയുള്ളൊരു ഭർത്താവല്ല ഇയാൾ. മീരേ, എന്തൊക്കെയാടി നീ വിളിച്ചു പറയുന്നത്? നീ പറയുന്നതെല്ലാം കേട്ടവൻ മിണ്ടാതെ നിൽക്കുന്നുവെന്ന് കരുതി അവനെക്കുറിച്ച് എന്തും പറയാമെന്നാണോ നിനക്ക്? നിനക്ക് വേണ്ട എന്താണ് അവൻ തരാതിരുന്നത്? നീ ആഗ്രഹിച്ച എന്ത് ഗുണമാണ് അവൻ ഇല്ലാതെ പോയത്? പറയടി. ഹരിയുടെ സങ്കടം തിങ്ങുന്ന മുഖം കണ്ടവന്റെ അമ്മ മുന്നിൽ കയറി നിന്ന് മീരയ്ക്ക് നേരെ ശബ്ദം ഉയർത്തിയതും അവരെ പകയോടെ നോക്കി മീര. എനിക്ക് വേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സും ശരീരവും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരുവനെയാണ്. നിങ്ങളുടെ മകന് എന്റെ മനസ്സിനെയോ ഞാൻ ആഗ്രഹിക്കും വിധം എന്റെ ശരീരത്തെയോ തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ല. ഈ കാണുന്ന പൊക്കോ മണ്ണോ മാത്രമേ ഉള്ളൂ ഇയാൾക്ക്. ഇങ്ങനെ ഒരുവനെ അതുകൊണ്ട് തന്നെ എനിക്കിനി വേണ്ട എന്റെ ഭർത്താവായി. ചുറ്റും കൂടി നിൽക്കുന്ന കുടുംബക്കാർക്കിടയിൽ വെച്ച് വളരെ നാടകീയമായി ഹരിക്ക് നേരെ വിരൽ ചൂണ്ടി മീര അവനെ തള്ളിപ്പറഞ്ഞതും അവളെ തന്നെ ദയനീയമായി നോക്കി നിന്നിരുന്ന ഹരിയിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ അവൻ എത്ര തടഞ്ഞിട്ടും നിൽക്കാതെ അവന്റെ കവിളിലേക്ക് ഇറ്റുവീണു. അതുകൂടി കണ്ടതും അവനിൽ തന്നെ നോട്ടമുറപ്പിച്ചു നിന്ന മീരയുടെ മുഖത്തൊരു പുച്ഛം തെളിഞ്ഞു. പെണ്ണൻ. മറ്റാരും വ്യക്തമായി കേട്ടില്ലെങ്കിലും മീരയുടെ ചുണ്ടുകൾ ഉരുവിട്ടത് കൃത്യമായി തന്നെ മനസ്സിലായി ഹരിക്കും. മീരേ, നീ ഹരി ഇപ്പോ എന്താ വിളിച്ചത്? പെണ്ണെന്നോ? മീരയെ തനിക്ക് മുൻപിലേക്ക് വലിച്ചു നിർത്തിയത് ചോദിക്കുമ്പോൾ അവളുടെ അമ്മയുടെ കണ്ണുകളിൽ മകളോടുള്ള അടങ്ങാത്ത ദേഷ്യമാളിയിരുന്നു. കഴിഞ്ഞ 1.5-2 വർഷത്തോളം തന്റെ മകളുടെ എല്ലാ വാശിക്കും കൂട്ടുനിന്ന് അവളെ പൊന്നുപോലെ നോക്കിയ ഒരുവനെ പറ്റി അവളുടെ ഈ പറച്ചിലെല്ലാമെന്ന് ചിന്തിച്ചതും സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർക്ക്. അമ്മ പറഞ്ഞത് തന്നെയാണ് ഞാൻ അയാളെ വിളിച്ചത്. ഇയാൾക്ക് ഏറ്റവും നന്നായി ചേരുന്ന പേരും അതാണ്, പെണ്ണൻ. സ്വന്തം ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് കിടപ്പുമുറിയിൽ വെച്ച് പോലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത, ഏത് നേരവും അമ്മ അമ്മ എന്നുരുവിട്ട് അമ്മയുടെ സാരത്തൊമ്പിൽ പിടിച്ചു നടക്കുന്ന ഇയാൾക്ക് ഇതിനേക്കാൾ നന്നായി ചേരുന്ന വേറൊരു പേരില്ല എന്റെ കയ്യിൽ. പെണ്ണൻ പെണ്ണൻ പെണ്ണൻ. തന്നെ പിടിച്ചിരിക്കുന്ന അമ്മയുടെ കൈ തട്ടിയെറിഞ്ഞ് മീര വാശിയോടെ ഉറക്കെ വിളിച്ചലറിയതും അവളുടെ മുഖത്ത് അതിശക്തമായി തന്നെ അവളുടെ ഏട്ടന്റെ കൈ പതിച്ചിരുന്നു. അടിയുടെ ശക്തിയിൽ നിന്നിടത്ത് നിന്നൊന്ന് പിന്നോക്കം വീച്ചുപോയി മീര. ഇവനൊരു പെണ്ണനാണെന്നും നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിവില്ലാത്തവനാണെന്നും നീ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണോടി? സ്വന്തമായൊരു ജോലിയും രാപ്പകലില്ലാതെ കൂട്ടിനാണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ കുറേ എണ്ണങ്ങളും വന്നു ചേർന്നപ്പോഴാണോടി നിനക്കിവൻ പോരാത്തവനായത്? അതുകൊണ്ടാണോ അവന്റെ ചോരയിൽ നിന്റെ വയറ്റിൽ കുരുത്ത ജീവനെയെല്ലാം നീ ആരും അറിയാതെ കളഞ്ഞത്? മീരയുടെ കഴുത്തിൽ കൈ അമർത്തിയാണ് അവളോടുള്ള ഏട്ടന്റെ ചോദ്യങ്ങൾ ഓരോന്നും. മാധവേട്ടാ, വേണ്ട, കൈയെടുക്ക്. മാധവന്റെ പ്രവൃത്തിയിൽ ഞെട്ടിഹരി അയാളുടെ കയ്യിൽ കടന്നു പിടിച്ചതും ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവന്റെ കൈത്തലത്തിൽ നിന്ന് മാറി നിന്ന് ചുമച്ചു മീര. ഒരു പുരുഷനെന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും എന്നെക്കൊണ്ട് കഴിയും വിധം നിന്നെ ഞാൻ ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് മീരെ. എന്റെ അറിവിൽ നീ ഇതിലെല്ലാം ഓക്കെ ആയിരുന്നു ഇത്രയും നാൾ. മീരയ്ക്കടുത്ത് ചെന്ന് ഹരി പറഞ്ഞു തുടങ്ങിയതും അവനെ തികഞ്ഞ പുച്ഛത്തിലും അവജ്ഞയിലും നോക്കി മീര. നിങ്ങളിൽ ഞാൻ തൃപ്തയാണെന്ന് നിങ്ങൾ ചുമ്മാ കരുതിയിട്ട് കാര്യമുണ്ടോ? തൃപ്തിയും സന്തോഷവും എനിക്ക് അനുഭവപ്പെടണം എന്റെ ശരീരത്തിലും മനസ്സിലും. നിങ്ങളോടൊത്തുള്ള ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെയൊന്ന് എനിക്ക് അനുഭവമില്ല ഹരി. വാക്കിലും നോക്കിലും പുച്ഛം നിറഞ്ഞ മീരയുടെ മറുപടി. കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി ഹരി. അങ്ങനൊന്ന് എന്റെ അടുത്തുനിന്ന് ലഭിക്കാഞ്ഞിട്ടും 2 തവണ പാതിയിൽ കളഞ്ഞെങ്കിലും നീ എന്റെ ജീവനെ നിന്റെ വയറ്റിൽ ചുമന്നില്ലേ മീരെ? നിസ്സഹായതയുടെ അങ്ങേയറ്റത്തെന്ന പോലെ ചോദിച്ചു പോയൊടുവിൽ ഹരി. ഹോ, നേരത്തെ എന്റെ ഏട്ടൻ പറഞ്ഞ വയറ്റിൽ കുരുത്ത ജീവന്റെ കഥ സത്യം പറയാലോ, അത് നിങ്ങളുടേതാണെന്ന് ഇപ്പൊ പോലും എനിക്കുറപ്പില്ല ഹരി. അതിനും വേണ്ടേ ഇത്തിരി മിടുക്കൊക്കെ? അവന്റെ അല്ലായിരുന്നെങ്കിൽ നീ ചുമന്ന ജീവനുകളിൽ പിന്നെ അത് ആരുടേതാടി? നിന്റെ രഹസ്യക്കാരൻ്റെയോ? മീര യാതൊരു കൂസലുമില്ലാതെ ഹരിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് കേട്ട് ചലനമറ്റത് ഹരി നിന്നതും അവൾക്ക് നേരെ വീണ്ടും ചീറിയെടുത്തു അവളുടെ ഏട്ടൻ മാധവൻ. എന്റെ ദേഹത്തിന് നിങ്ങൾ കൈവച്ചാൽ ഏട്ടനാണ് കൂടപ്പുറപ്പാണ് എന്നതൊക്കെ ഞാൻ മറക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട,
മാധവന് നേരെ വിരൽ ചൂണ്ടി മീര ശബ്ദം ഉയർത്തിയതും തറഞ്ഞു നിന്നുപോയി മാധവൻ. ഈ വീടും നിങ്ങളുമായും ഒക്കെയുള്ള ബന്ധം ഞാൻ ഈ നിമിഷം ഉപേക്ഷിക്കുക തന്നെയാണ്. എനിക്ക് വേണ്ട ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങളെയൊന്നും. പിന്നെ നേരത്തെ ചോദിച്ചില്ലേ രഹസ്യക്കാരൻ്റെ കാര്യം, അത് സത്യം തന്നെയാണ്. അങ്ങനെ ഒരുവനുണ്ടെനിക്ക്. നിങ്ങൾ എനിക്ക് ഭർത്താവായി ഇയാളെ കണ്ടെത്തി തരും മുമ്പേ ഉള്ളതാ. ഞാൻ കളഞ്ഞ ജീവനുകളും ചിലപ്പോൾ അയാളുടേതാവും. ഞാൻ ഇയാളെ ഉപേക്ഷിച്ച് ചെല്ലുമ്പോൾ അയാളും ഉപേക്ഷിക്കും അയാളുടെ ഭാര്യയെ, കുട്ടിയെ, കുടുംബത്തെയൊക്കെ. പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് ജീവിക്കുക, ഞങ്ങളുടെ ഇഷ്ടത്തിന്, പൂർണ്ണ തൃപ്തിയോടെ. ആരെയും കൂസാതെ പറഞ്ഞു പോകുന്ന മീരയെ പകപ്പോടെ നോക്കിയവരെല്ലാം നിന്നപ്പോൾ ഹരിയിൽ മാത്രം മിഴികൾ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. 6 മാസങ്ങൾക്കപ്പുറം ഹരിയിൽ നിന്നുള്ള വിവാഹമോചനം നേടി കോടതിയിൽ നിന്നിറങ്ങി വരുമ്പോൾ വല്ലാതെ ഇരുണ്ടുപോയിരുന്നു മീരയുടെ മുഖം. ഏയ് മീരേ! ഒരു വിളി കേട്ട് തിരിഞ്ഞതും കണ്ടു മുഖം നിറയെ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ഹരിയെ. പകയോടെ അവളുടെ കണ്ണുകൾ നീണ്ടത് പക്ഷേ ഹരിക്കൊപ്പമുള്ളവളിലേക്കാണ്. മീന, തന്റെ അനിയത്തി, അവന്റെ ഭാര്യയായി അവന്റെ താലിയും സിന്ദൂരവും അണിഞ്ഞ് താൻ കഴിവില്ലാത്തവൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവൻ തന്റെ തന്നെ അനിയത്തിയെ കെട്ടി തന്റെ മുന്നിൽ വിജയഗർവോടെ നിൽക്കുന്നു. കടപ്പല്ല് ഞെരിച്ചു മീര. ഇങ്ങനെ പല്ല് കടിച്ച് പൊട്ടിക്കാതെ മീരെ. നീ എന്നെ കഴിവുകെട്ടവനാക്കി നാണം കെടുത്തി ഇറങ്ങിപ്പോയപ്പോ നിന്റെ വീട്ടുകാർ തന്നെ എന്നെ ഏൽപ്പിച്ചതാണിവളെ, എന്റെ മുറിവുകളിൽ മരുന്നാകാൻ. ചിരിയോടെ പറയുന്നവനെ കേൾക്കാനൊരുക്കമല്ലാതെ മുഖം വെട്ടിച്ചു മീര. എന്റെ ചേച്ചി, ഈ ഹരിയേട്ടൻ ഒരു അസൽ പുരുഷനാണല്ലോ. ഹരിയേട്ടനെ കൊണ്ട്, ഹരിയേട്ടന്റെ പൊള്ളുന്ന പ്രണയം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് ഞാൻ വിവാഹം കഴിഞ്ഞതു മുതൽ. ഈ ഹരിയേട്ടനെ കഴിവുകെട്ടവൻ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ എന്റെ ചേച്ചിയോട് എന്റെ ജന്മം കൊണ്ട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ. താങ്ക്സ് ചേച്ചി. മീരയെ നോക്കി ചിരിയോടെ മീന പറഞ്ഞതും ഹരിയുടെ മുഖത്ത് മനോഹരമായ ചിരി തെളിഞ്ഞു. എന്നെ വലിച്ചെറിഞ്ഞ് നീ തേടിപ്പോയവൻ അവന്റെ കുടുംബമാണ് അവന് വലുതെന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ചു പോയതൊക്കെ ഞാൻ അറിഞ്ഞു മീരെ. നീ വിഷമിക്കണ്ട. നിന്റെ കഴിവിനനുസരിച്ച് അല്ലല്ല, നിന്നെ തൃപ്തിക്കനുസരിച്ച് നീയും കണ്ടെത്തൂ ഒരാളെ. നിനക്ക് പറ്റിയ ഒരാളെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. കാരണം എനിക്ക് പറ്റിയ ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോഴെങ്കിലും കിട്ടാൻ കാരണം നീയല്ലേ. അതിൻ്റെ ഒരു നന്ദിയായിട്ട് കൂട്ടിയാൽ മതി. മായാത്ത ചിരിയോടെ മീരയോട് പറഞ്ഞു ഹരി മീനയുമായി നടന്നു. നീ പോയാൽ നിന്റെ അനിയത്തിയെന്ന് പണ്ടുള്ളവർ വെറുതെ പറയുന്നതല്ലല്ലേ ഹരിയേട്ടാ. ഇതിലൊക്കെ വല്ലാത്ത സത്യമുണ്ടെന്ന് എനിക്ക് നമ്മുടെ ജീവിതം കൊണ്ടാണ് മനസ്സിലായത്. മീന പൊട്ടിച്ചിരിയോടെ ഹരിയോട് പറയുന്നതും അത് കേട്ടൊരു ചിരിയോടെ ഹരി മീനയെ നെഞ്ചോടണയ്ക്കുന്നതും വെറിയോടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ച് കുടുംബത്തെ തേടിപ്പോയ തന്റെ കാമുകനെ ശപിച്ചവിടെ നിന്നുപോയി മീര. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.